ഒരുപക്ഷെ ഏറ്റവും ദാരുണമായ സംഭവം അത് നാടിനെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെ മനുഷ്യർ പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ ഈ അപകടം നടന്ന വാൽപ്പാറയിലെ 13-ാം വളവിൽ ഞങ്ങളുടെ പ്രതിനിധി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഒരുപക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ കാഴ്ചയിൽ തന്നെ ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചത്. ആ വാഹനം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണുള്ളത്. എന്താണ് ആ സംഭവ സ്ഥലത്തെത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗൗതം, ഞാനുള്ളത് ഈ തമിഴ്നാട് വാൽപ്പാറ പൊള്ളാച്ചി നാഷണൽ ഹൈവേയിലാണ്, ഹൈവേ റൂട്ടിലാണ് നിലവിൽ ഉള്ളത്. ഈ അപകടം നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. 40 ഹെയർപിൻ വളവുകൾ ഉള്ള ഒരു വലിയ ചുരമാണ് ഈ പൊള്ളാച്ചി വാൽപ്പാറ എന്ന് പറയുന്നത്. ആ കാണുന്ന ദൃശ്യം, ഈ പറയുന്ന ഭാഗം ഉയരത്തിലേക്ക് ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതാണ് ആ ഹൈറ്റിന് മുകളിൽ കാണുന്ന സ്ഥലമാണ് 13-ാം നമ്പർ ഹെയർപിൻ വളവ്. അവിടെ വെച്ചാണ് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായി നേരെ കുത്തനെ താഴേക്ക് പതിക്കുന്നത്. ഈ കാണുന്ന ആൾക്കൂട്ടമുള്ള ഭാഗത്ത്, ആ വളവ് തിരിഞ്ഞു വരുന്ന ഭാഗത്ത് താരതമ്യേന വീതി കുറവുള്ള ഒരു ഭാഗത്തേക്കാണ് വാഹനം പതിക്കുന്നത്. ഏകദേശം 800 അടിയോളം ഉയരം അവിടെ നിന്നും 13-ാം ഹെയർപിന്നിൽ നിന്നും ഈ പറയുന്ന വാഹനം പതിച്ച ഭാഗത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തലുകളും കണക്കുകളുമൊക്കെ പുറത്തു വന്നപ്പോൾ ലഭിക്കുന്ന വിവരം. നേരെ മറുഭാഗത്ത് ആ കാണുന്നതാണ്, എൻ്റെ കൈ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്ത് കാണുന്നതാണ് 9-ാം നമ്പർ വളവ്. അവിടെ നിന്നും കയറ്റം കയറി മുകളിലോട്ട് വരുന്ന വഴിയിൽ ഒരു 200 മീറ്റർ മാറിയാണ് വാഹനം പതിച്ചത്. തൊട്ടു പിന്നിൽ കാണുന്നത് തമിഴ്നാട് ആളിയാർ ഡാമാണ്. ആളിയാർ ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ പ്രദേശത്ത് വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിൻ്റെയും കേരളത്തിലെ പറമ്പുക്കുളം ടൈഗർ റിസർവിൻ്റെയും ഒക്കെ ഭാഗമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. വലിയ സംരക്ഷിത വനമേഖല കൂടിയാണ് ഇവിടെ എന്നുള്ള കാര്യം പറയേണ്ടതുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഈ വളവുകൾ കയറി, ഹെയർപിന്നുകൾ കയറിയാണ് ആളിയാർ ഭാഗത്തു നിന്നും കയറി പൊള്ളാച്ചിയിൽ നിന്നും ആളിയാറിലെത്തി അവിടെ നിന്നും ഈ ഹെയർപിൻ വളവുകൾ കയറിയാണ് വാൽപ്പാറയിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ട് വേണം ഇതുവഴി ആളുകൾക്ക് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ ചെക്ക് പോസ്റ്റുകളൊക്കെ പിന്നിട്ട് ഇവിടേക്ക് എത്തുന്ന ഓരോ വാഹനവും വലിയ നിയന്ത്രണം പാലിച്ചുകൊണ്ടും വേഗത ക്രമീകരിച്ചുകൊണ്ടുമൊക്കെയാണ് ഇവിടേക്ക് കടന്നു വരുന്നതും മറ്റും. പക്ഷേ ഇന്നലെ ദീർഘദൂര യാത്ര കഴിഞ്ഞു വന്ന ഈ വിനോദയാത്രാ സംഘത്തിന് ഈ ഇത്തരത്തിലുള്ള വലിയ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു നിമിഷം